എന്റെ തലക്കുള്ളിൽ ചില പദ്ധതികളൊക്കെ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട്. താമസിയാതെ ആ പദ്ധതികൾ പ്രാബല്യത്തിൽ വരികയും ഞാൻ അവനെ ആ കള്ളനെ ചവിട്ടി പുറത്താക്കുകയും ചെയ്യും. ചിലക്കാണ്ട് അവിടെ ഇരുന്ന് വല്ലതും കഴിച്ചോ? അമ്മാമ്മ കാണണ്ട. അവനെ പുറത്താക്കി നീ ഇപ്പൊ പുറത്തായില്ലേ? ഈ താൽക്കാലികമായ പുറത്താകൽ വരാനിരിക്കുന്ന സ്ഥിരമായ അകത്താകലിന്റെ മുന്നോടിയാണ് അമ്മേ. അമ്മേ, കല്യാണിയുടെ കഴുത്തി താലിയില്ല. വേഗം അമ്മാമ്മയെ അറിയിക്കണം. എവിടെ അമ്മാവ? ഇത്തവണ ഞാൻ തന്നെ ജയിക്കും അമ്മേ. എടാ കള്ളാ! അമ്മാമേ, 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 എവിടെ അമ്മാമ? അമ്മാമ നടക്കാൻ പോയി. മുരുക, പിടിച്ചടാ മുരുക. കള്ളന്മാരുടെ കള്ളത്തരം കണ്ടുപിടിച്ചു. അവളുടെ കഴുത്ത് താലിയില്ല. ഈ വിവരം ഉടനെ അമ്മാമയെ അറിയിക്കണം. അങ്ങേരുടെ അമ്മയെ കെട്ടിക്കാൻ പുറത്തെങ്ങാണ്ട് പോയിന്ന്. ഒരു കാര്യം ചെയ്, നീ ഈ വഴിക്ക് പോ, ഞാൻ ഈ വഴിക്ക് പോവാ. നീയാണ് ആദ്യം കാണുന്നതെങ്കിൽ ആ പണ്ടാരക്കാലിനോട് വിവരങ്ങളൊക്കെ പറഞ്ഞേക്ക്. പിന്നെ ഞാൻ തന്നെടാ തമ്പുരാൻ. പഴനിയും കഴിഞ്ഞൊക്കെ പിന്നെ ആദ്യം നീ ആ കളവനെ കണ്ടുപിടിക്കാൻ നോക്ക്. അമ്മാമേ, അമ്മാമേ, അമ്മാമയുടെ മരുമോനായി ഇവിടെ വിലസുന്ന ആ കായംകുളം കൊച്ചുണ്ണിയെ പിടിച്ചു. ചെമ്പ് പുറത്ത്. കാര്യം പറയടോ. അവർ കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ളതിന് ശക്തമായ ഒരു തെളിവ്. അമ്മാമയുടെ മോളുടെ കഴുത്തിൽ താലിയില്ല. ആ താലിയില്ല. വിശ്വാസമില്ലെങ്കിൽ പോയി നോക്ക്. நீ பெட்டியும் படுக்க வேலை எடுத்துக்கோ. பொண்ணு கழிச்சு தாலியில எல்லாருக்கும் தெரிஞ்சு போச்சு. நான் தம்பரா கிட்ட சொல்ல போறேன். ஏ மாதாதே, ஏ மாதாதே, பெரியம்மா. ഞാൻ പെട്ടെന്ന് അങ്ങനെ വീട് ഉരുണ്ട് കളഞ്ഞോണ്ട് ആ സിംഹം മോളിൽ കൂടെ ചാടിപ്പോയി. അപ്പൊ പിന്നെ ഞങ്ങൾ അവിടെ നിന്നെല്ലാം കൂടെ ജീപ്പ് എടുത്തോണ്ട് നേരെ ഹോട്ടലിൽ ചെന്ന് ഞാൻ പഴയൊരു തമാശ പറയായിരുന്നു. ഈ താലി എന്താ ഇങ്ങനെ? ഒരു മാല കോർത്തിട്ടൂടെ? അല്ല, അത് പണിയിക്കാൻ കൊടുത്തിട്ടുണ്ട്. വെറുതെ നിങ്ങൾ ഇവിടെ ഉണ്ടോന്ന് നോക്കിയേ ഉള്ളൂ. എന്തായ അമ്മാമേ, ആ കള്ളനെ ഇറക്കി വിട്ടില്ലേ? അമ്മാമയോട് ആത്മാർത്ഥതയും നന്ദിയുള്ള ഒരുത്തനെങ്കിലും ഈ ലോകത്തുണ്ടെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണുമല്ലോ. ഇവനെ വേഗം വല്ല ഭ്രാന്താശുപത്രിയിൽ വായിക്കണം. എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? അതും പൊളിഞ്ഞു. അത് എന്നെ സംഭവിച്ചത്. ഇല്ല, തളരൂല. നമ്പ്യാര് തമ്പുരാനാവുന്നത് വരെ തളരൂല. ചെയ്ത തെറ്റിന് ശിക്ഷ പോരെ? ഇനിയാവാം. വാങ്ങുന്ന കാശിനോട് ഒരല്പം കൂറ് കാണിച്ചു എന്നേ ഉള്ളൂ. ക്ഷമിക്കണം.